തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പോലും ഇത്ര ക്രൂരമായി അയാൾ പ്രതികരിക്കണമെങ്കിൽ അയാൾക്ക് അടുത്ത തവണ അയാളില്ല എന്നുള്ള സൂചന വളരെ വ്യക്തമായിട്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തലയോട് വിളിച്ചു പറഞ്ഞ ഒരു വിധത്തിലുള്ള പ്രതിഷേധവും വേണ്ടെന്ന്. ആലോചിച്ചോ, ഇത് വല്ല പിണറായി വിജയനായിരുന്നു നടന്നിരുന്നെങ്കിൽ അന്ന് പോലെ പോലീസ് പിടിപ്പിൽ ഒരു 8 പേര് മരിക്കുമായിരുന്നു. റൂത്ത്ലെസ് ആയിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ജനങ്ങളോട് ഒരു തരത്തിലുള്ള ഒരു അനുഭാവം, ഇംഗ്ലീഷിൽ എംപതി എന്ന് പറയും, അതൊന്നുമില്ലാത്ത ഒരു തനി പരുക്കനായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് പിണറായി വിജയൻ. നമസ്കാരം. 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം, നമ്മുടെ മുഖ്യമന്ത്രി ഈ കാക്ക വിളിച്ചാൽ കൊക്കാകില്ല എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന അതെന്താണോ, അത് കാരുണ്യമാണെങ്കിലും ദുഷ്ടത്തരമാണെങ്കിലും അത് പുറത്തു വരും. ആ പുറത്തു വരുന്നത് അത് പൊതുവേദിയാണെന്നോ ജനങ്ങളുടെ ജനമധ്യത്തിലാണെന്നോ ഒന്നും ചിന്ത കാണില്ല. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് പിണറായി വിജയനെ വെള്ളപൂശി വെളുപ്പിക്കാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ വെച്ച് ഇൻ്റർവ്യൂ നടത്തുന്നു. മറുഭാഗത്ത് തുടർച്ചയായി പിണറായി വിജയൻ പൊട്ടിത്തെറിക്കുന്നു, അശ്ലീല പദങ്ങൾ ഉരുവിടുന്നു. അത് എങ്ങനെയാണ് ഈ പിണറായി വിജയൻ്റെ ഈ ഒരു നിലപാട്? അതായത് ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, പാർട്ടിയും സർക്കാരും നൂൽബന്ധമില്ലാതെ നഗ്നരായി നിൽക്കുകയാണ്, എന്നിട്ട് പോലും പാഠം പഠിക്കാത്തൊരു മനുഷ്യനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? അതായത് നമ്മൾ ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന നേതാക്കന്മാർ പുലർത്തേണ്ട ചില സാമാന്യ മര്യാദകൾ. നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ എടുത്തു നോക്കും. ഇപ്പോൾ കരുണാകരൻ ഉണ്ടായിരുന്നു. കരുണാകരനാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഭരിച്ച ആൾ, ഏകാധിപതി എന്നൊക്കെ പറഞ്ഞ കരുണാകരൻ ഉണ്ടായിരുന്നു. ആൻ്റണി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് EMS ഉണ്ടായിരുന്നു. അതിനുശേഷം നായനാരുണ്ടായിരുന്നു. ആവശ്യത്തിനും അല്ലാത്തതിനുമൊക്കെ പൊട്ടിത്തെറിക്കുന്ന നായനാരുണ്ടായിരുന്നു. കടുംപിടുത്തക്കാരൻ എന്ന് നമ്മൾ പറയുന്ന ഉണ്ടായിരുന്നു. പിന്നെ പിണറായി വിജയനെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം നമ്മളൊന്ന് എടുത്തൊന്ന് താരതമ്യം ചെയ്തു. അപ്പം EMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബുദ്ധിജീവിയായിരുന്നു, മാന്യമായിട്ട്. കരുണാകരനെ ഏകാധിപത്യമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കരുണാകരനെ വിമർശിച്ചിരുന്നത്. പക്ഷേ കരുണാകരനും ഈ വാക്കുകളിലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പുലർത്തിയിരുന്ന ഒരു ഡെക്കോറുണ്ട് കരുണാകരൻ. അത് മാത്രമല്ല, നർമ്മത്തോടു കൂടിയാണ് അദ്ദേഹം പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങൾ. അങ്ങനെ അല്ലെങ്കിൽ പോലും മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും കരുണാകരൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടു. ആന്റണി എന്ന് പറഞ്ഞാൽ വളരെ ഒരു മിതവാദിയായിരുന്നു. അദ്ദേഹത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വരുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ. നായനാരുണ്ടായിരുന്നു. നായനാർ വലിയ തോതിൽ പൊട്ടിത്തെറിക്കുകയും പിന്നെ നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിനെ ആളുകൾ പിന്നെ അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൂടുതൽ ഒരു സ്വാതന്ത്ര്യം ജനം അനുവദിച്ചു കൊടുത്തു. കാരണം അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അതാണെന്ന് അറിയാം. അത് മാത്രമല്ല, ഇത്രയും തീവ്രതയുള്ള വാക്കുകളൊന്നും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായ ഒരു ലോലഹൃദയനായ ഒരു ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം അത് ഇതുപോലുള്ള 1-2 വാക്കുകൾ പറഞ്ഞാൽ പോലും ആളുകൾ ക്ഷമിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? പിന്നീട് നമ്മൾ കണ്ട ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു മിതവാദിയായിരുന്നു. വളരെ മാന്യമായി സംസാരിക്കുന്ന ആളായിരുന്നു. അതിലൊക്കെ ഉപരി എന്ത് പ്രകോപനം വന്നാലും ആ പ്രകോപനത്തെ സമചിത്തതയോടുകൂടി സമീപിക്കുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു. കണ്ണൂരിൽ വെച്ചുള്ള കല്ലേറ് പോലും. അല്ലേ, കണ്ണൂർ വെച്ചുള്ള കല്ലേറിൽ ആ കല്ലേറ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമായിട്ട് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തലയോട് വിളിച്ചു പറഞ്ഞ ഒരു വിധത്തിലുള്ള പ്രതിഷേധവും വേണ്ടെന്ന്. ആലോചിച്ചോ, ഇത് വല്ല പിണറായി വിജയനായിരുന്നു നടന്നിരുന്നെങ്കിൽ അന്ന് പോലെ പോലീസ് പിടിപ്പിൽ ഒരു 8 പേര് മരിക്കുമായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ശേഷം അച്യുതാനന്ദൻ വന്നു. അച്യുതാനന്ദൻ ഭയങ്കര കടുംപിടുത്തക്കാരനും അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇതുപോലുള്ള ചില വാചകങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, അതിനുമുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ തന്നെ വളരെ പിന്നെ സമചിത്തത, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ സമചിത്തതയോടുകൂടിയാണ് അങ്ങനെ. അത് മാത്രമല്ല, VS-ന്റെ ഒരു നീട്ടിയും കുറുക്കിയും ഉള്ള ഒരു പ്രസംഗ ശൈലി ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം ഈ പറയുന്നത് പോലെ ചില വീഴ്ചകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ഇത്ര വലിയ പരിക്കേൽപ്പിക്കില്ല. കാരണം ജനങ്ങളെ മുറിവേൽപ്പിക്കില്ലായിരുന്നു മനസ്സിനെ. എന്ന് മാത്രമല്ല, കാരണം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത്രയും ജനകീയനായിട്ട് മാറി. അപ്പോൾ
അതാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരെ വിശകലനം ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഈ പറഞ്ഞ പോലെ റൂത്ത്ലെസ് ആയിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ജനങ്ങളോട് ഒരു തരത്തിലുള്ള ഒരു അനുഭാവം, ഇംഗ്ലീഷിൽ എംപതി എന്ന് പറയും, അതൊന്നുമില്ലാത്ത ഒരു തനി പരുക്കനായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പരുക്കനായി എന്ന് നമുക്കത് ലളിതമായി പറഞ്ഞു പോകാൻ കഴിയില്ല. ഈ പരുക്കന്മാരുടെ മനസ്സിലും പരുക്കന്മാരായിട്ട് കാണുന്ന ആൾക്കാരുടെ ഉള്ളിൽ കരുണ കാണും. ഇത് അതില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രകടിപ്പിക്കും. സത്യമായിരുന്നു. ഞാൻ പറയുന്നത് വെച്ചാൽ അയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അയാളുടെ ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വം അടിസ്ഥാനപരമായി എന്താണ് എന്നാണ് അയാൾ നടത്തിയിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ ഉപയോഗങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അയാളെ ഇങ്ങനെ എത്ര സോപ്പിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട വശമുള്ളതെന്ന് അറിയോ, അയാളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. മനസ്സിലായില്ലേ? ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. അത് ബൂർഷ്വാ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കത്തിനൊക്കെ വിധേയമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ. അല്ല, അതൊരു പരിധി വരെയുള്ള നേതാക്കളിൽ അവസാനിച്ചല്ലോ ആ ഒരു. അല്ല, ഞാൻ പറഞ്ഞത് അത് നേതാക്കളിൽ മാത്രമല്ല അണികളിലൊക്കെ ഉണ്ടാകുന്നൊരു സാധനം. പക്ഷെ ഇയാളുടെ വ്യക്തിത്വത്തിനെ നമ്മളിപ്പം ആ വീട്ടിൽ പോയി പറയൂ എന്ന് അയാൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പരാമർശത്തെ മാത്രം ചുറ്റിപ്പറ്റി നമ്മൾ അയാളുടെ വ്യക്തിത്വത്തെ വിശകലനം ചെയ്താൽ നമ്മൾ ഇന്ന് എത്തില്ല. അതായിരിക്കും അയാളുടെ വ്യക്തിത്വത്തെ നമ്മൾ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലം അയാളെടുത്ത സമീപനം നമ്മൾ പരിശോധിക്കേണ്ടി വരും. ആ വാക്കുകൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ആ വാക്കുകൾ ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടതാ. ഇപ്പൊ അയാൾ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ പോയി പറയൂ എന്നുള്ളൊരു പരാമർശമാണ് നടത്തുന്നത്. വീട്ടിൽ പോയി ചോദിക്കണം എന്നുള്ള പരാമർശം. അതിന് വേറൊരു അശ്ലീല പദം കൂടിയുണ്ട്. അശ്ലീലമായിട്ടുള്ള ഒരു അർത്ഥത്തിലൂടെ വേണമെങ്കിൽ നമുക്കത് വ്യാഖ്യാനിക്കാം. അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇയാളുടെ ഓരോ പ്രതികരണവും നമ്മൾ ഒന്ന് പരിശോധിക്കുകയും ആ പ്രതികരണങ്ങൾ അയാളെ ഏത് പശ്ചാത്തലത്തിലാണ് നടത്തിയത് എന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യും. അതിൽ നമ്മൾ ഇയാളുടെ പ്രതികരണത്തെക്കുറിച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കുലംകുത്തി എന്ന് പറയുന്നൊരു ടി.പി. ചന്ദ്രശേഖരൻ്റെ പദമായിട്ട്. അപ്പം അവിടെ മുതൽ നമ്മൾ ഓരോന്നിനെടുത്തൊന്ന് വിശകലനം ചെയ്ത് നോക്കുക. അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറേ കൊടും ക്രിമിനലുകൾ ആ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ടി.പി. ചന്ദ്രശേഖരൻ്റെ മുഖത്ത് 51 വെട്ടി അയാളെ കൊല്ലുകയാണ്. അപ്പോൾ ഒരു സാധാരണ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന പോലെ അല്ല. അതെ, മുഖത്ത് മാത്രം 51 വെട്ടി കേരളത്തിൽ നടക്കുക. കാരണം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധവും ഇതും ആയിരിക്കണം ഏറ്റവും ക്രൂരമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധമൊക്കെ വളരെ ക്രൂരമായിരുന്നു, പൈശാചികമായിരുന്നു പറയാമെങ്കിൽ പോലും ഈ വധത്തിനെ വ്യത്യസ്തമാക്കിയെന്ന് വെച്ചാൽ മുഖത്താണ് 51. നിങ്ങൾക്കൊരു കത്തി കയറ്റി ഒരുത്തനെ കൊല്ലാം, മനസ്സിലായി? കത്തി കയറ്റിയാലും വേളിച്ചാവും. പക്ഷെ അയാളുടെ മുഖത്ത് 51 വെട്ടി കൊല്ലുകയാണ്. അപ്പം അതിൻ്റെ പുറകിൽ ഒരു ചെറിയ ഒരു സന്ദേശമുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയാൽ വെറുതെ കൊല്ലപ്പെടുകയല്ല, കാരണം മുഖമാണല്ലോ ഇപ്പം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം. എൻ്റെ മുഖത്ത് 51 വെട്ടി എന്നെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ മുഖത്ത് 51 വെച്ചാൽ ആ മെസ്സേജ് ഉണ്ട്, ആ പോയാൽ അനുഭവിതായിരിക്കും. അപ്പം അങ്ങനെ ഒരു വലിയ കൊലപാതകം നടന്ന് ആ കൊലപാതകത്തിൽ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ മനോവ്യഥയിൽപ്പെട്ട് കഴിയുന്ന സമയത്ത് ആ സമയത്ത് ഇയാൾ വന്നിട്ട് പറയാണ് കുലംകുത്തി തന്നെ. അതെ, മനസ്സിന്റെ ഒരു അതിനത് ഈ വ്യക്തിപരമായി ടി.പി. ചന്ദ്രശേഖരനുമായി ബന്ധമുള്ള ഒരാൾ കൂടിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് അത് ഗൗരവമാക്കുന്നത്, അല്ലേ? ടി.പി. ചന്ദ്രശേഖരന്റെ പാർട്ടിയുടെ ടി.പി. ചന്ദ്രശേഖരൻ എത്രയോ കാലം പ്രവർത്തിച്ച പാർട്ടിയുടെ നേതാവായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വലിയ മനോവിഷമത്തിൽ
CPM ഉൾപ്പെടെ വലിയ മനോവിഷമത്തിൽ കഴിയുമ്പോൾ ഒരു 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 രക്തരക്ഷസ് പറയുന്നത് പോലത്തെ ഉള്ള ഒരു അഭിപ്രായമായി അയാൾ കുലം കുത്തി തന്നെ മനസ്സിലാവും. അപ്പം അത് അയാളുടെ വ്യക്തിത്വത്തിനെ അതായത് ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക പശ്ചാത്തലത്തിൽ ചിലതൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും. ഇതല്ല, ഇത് അയാളുടെ അടിസ്ഥാന വ്യക്തിത്വം എന്ന് പറയുന്നത് ക്രൂവലിറ്റിയാണ്. അല്ല, ഏതൊരു ക്രൂരനും ആ സമയത്ത് ഉള്ളിലൊരു ഒരു ഒരു നൊമ്പരം ഉണ്ടാകും. അത് നമുക്ക് ഈ TP ചന്ദ്രശേഖരനെ പരിചയമില്ലാന്നിട്ട് പോലും നമുക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ VS അച്യുതാനന്ദൻ പോലും രമയെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ നമുക്ക് മറക്കാൻ പറ്റില്ല. VS അച്യുതാനന്ദൻ ആ സമയത്ത് വിരുമ്പിയോന്ന് പോലും കണ്ണാടി പോലും ഇങ്ങനെ ഉയർന്നു. VS അച്യുതാനന്ദനായിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മനക്കരുത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നമ്മൾ കേട്ടു. ആ കമ്മ്യൂണിസ്റ്റുകാരൻ പോലും അയാളുടെ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു സമയത്താണ് ഇയാൾ വന്നിട്ട് ഇത് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാളൊരു ആകസ്മികമായിട്ട് പറയുന്നതല്ല, അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് തന്നെ ഈ ക്രൂരതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ശരിക്കും ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ അടുത്ത കാലത്ത് നടന്നൊരു സംഭവത്തിൽ, ഞാൻ അതിൻ്റെ ക്രോണോളജിയിൽ പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത കാലത്ത് നടന്നൊരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ വ്യക്തിത്വം ഇതുപോലെ ഒരു ചീഞ്ഞെളിഞ്ഞ ഒരു ക്രൂരമായ വ്യക്തിത്വമാണെന്നുള്ളതിൻ്റെ അടുത്ത തെളിവ് എങ്ങനെയാണെന്നറിയോ? അടുത്ത തെളിവാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചപ്പം അവരുടെ തലയടിച്ചു പൊട്ടിച്ചു ചെടിച്ചിട്ട് DYFക്കാരായിട്ടുള്ള ക്രിമിനൽ. അപ്പോഴും നമ്മൾ വല്ലാതെ മനോവ്യഥ അനുഭവിച്ചു. ആ മനോവ്യഥ അനുഭവിക്കുമ്പോഴും അത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് ഇയാൾ പറഞ്ഞു മാത്രമല്ല, പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. അല്ലെ, ആ ചിരി ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ ദുഃഖിക്കുമ്പോഴും ആ ദുഃഖത്തിൽ ഒരു സുഖം കണ്ടെത്തുന്ന വികലമായൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഇയാൾ. മനസ്സിലായി? അതാണ് അതങ്ങനെ. ഇനി അതിനുശേഷം അയാൾ വയനാട്ടിലെ ബിഷപ്പിനെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ബിഷപ്പുമാരെ നിങ്ങൾക്ക് വേണേൽ വിമർശിക്കാം, നിങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാം. പക്ഷെ ആ ബിഷപ്പിനെയും വിമർശിക്കാൻ അയാൾ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ നോക്ക്, നികൃഷ്ടജീവി. അതാണ് എന്നുവെച്ചാൽ ഏറ്റവും നീചമായിട്ടുള്ള ഒരു വാക്കാണ് അയാൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായി? അപ്പം അതും യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി അയാളുടെ വ്യക്തിത്വം എന്താണ് മനസ്സിലായി? അയാളൊരു പരമ ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് അത് കാണിക്കുന്നത്. അത് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എടോ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പ്രതികരണം. അത് കാണിക്കുന്നത് എന്താണ്? അതിൻ്റെ പശ്ചാത്തലം എന്താണ്? VS പിണറായി വിഭാഗീയതയിൽ VSന്റെ ആശയങ്ങളോടൊപ്പം നിരന്തരമായി പിന്തുണച്ചു നിന്നിരുന്ന ഒരു പത്രമാണ് മാതൃഭൂമി. ഇപ്പോൾ ലാവ്ലിൻ കേസൊക്കെ വന്നപ്പോഴുള്ള സമയത്തൊക്കെ VS മനസ്സിലായി. അപ്പോൾ അത് ഇയാളുടെ രാഷ്ട്രീയ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അയാൾ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചത്. അവിടെ പുറത്തു വരുന്ന ഒരു അതാണ് അയാളുടെ മനസ്സിലായത്. അപ്പം അതും അയാളുടെ അയാളുടെ വ്യക്തിത്വത്തെയാണ് തെളിയിക്കുന്നത്. അത് തെളിയിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ കൊല്ലത്തോട്ട് വരുമ്പോഴാണ് NK പ്രേമേന്ദ്രൻ. ഇപ്പോൾ NK പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനപ്രതിനിധി യഥാർത്ഥത്തിൽ ഞാൻ അയാളെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച ഒരു ജനപ്രതിനിധിയാണ് പ്രേമേന്ദ്രൻ. അയാളൊരു മിതമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒന്നും കേട്ടിട്ടില്ല. അയാൾ എന്തൊക്കെ ആയിട്ടുള്ള രാജ്യസഭ മെമ്പറായിട്ടുണ്ട്, ലോക്സഭ മെമ്പറായിട്ടുണ്ട്, ഇടതുപക്ഷത്തു നിന്ന് ജയിച്ചിട്ടുണ്ട്, വലതുപക്ഷത്തു നിന്ന് ജയിച്ചിട്ടുണ്ട്, അയാൾ മന്ത്രിയായിട്ടുണ്ട്, എല്ലാം അയാളായിട്ടുണ്ട്. അയാളെക്കുറിച്ചിട്ട് ബഹുമാനം മാത്രം. ആ ബഹുമാനം മാത്രമുള്ള അയാളെ പരനാറി എന്നാണ് വിളിക്കുന്നത്. പരനാറി മനസ്സിലായി? ഇപ്പം ഞാൻ പറഞ്ഞിപ്പം NK പ്രേമേന്ദ്രനെ വേണേൽ നിങ്ങൾക്ക് വിമർശിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. വിമർശിക്കണമെങ്കിൽ വിമർശിക്കുക തന്നെ വേണം. രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുക. ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന അച്യുതാനന്ദനെ പോലുള്ള നേതാക്കന്മാരോട് ഉണ്ടായിരുന്നു. പക്ഷേ അയാളെ പരനാറി എന്ന് വിളിക്കുമ്പോൾ അതും അടിസ്ഥാനപരമായിട്ടുള്ള ഇയാളുടെ വ്യക്തിത്വമാണ് അത് പ്രതിഫലിക്കുന്നത്. ഇനി അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോഴാണ് സുധാകരനെ ചെറ്റത്തരം മനസ്സിലായി? ചെറ്റത്തരം എന്ന് പറയുമ്പോൾ
അയാളുടെ മനസ്സിൽ നിലനിൽക്കുന്നത് ഒരു ജന്മിത്ത വികാരമാണ് നമുക്ക് കാണാം. ജന്മിത്ത വികാരമാണെന്ന് ഞാൻ കരുതില്ല. ചെറ്റത്തരം എന്നുള്ള പദമൊക്കെ ഉപയോഗിക്കുന്നത് അത്രയ്ക്കും താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജീവിക്കുന്നതല്ല, ആ ഒരു രീതിയിൽ പോകുന്നവരാണ്. അല്ല ഞാൻ പറഞ്ഞ അതിനകത്ത് പോയിന്റ് എന്താണെന്ന് ഞാൻ പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ചെറ്റത്തരം എന്നുള്ള വാക്ക് ഇയാൾക്ക് അർത്ഥം പറഞ്ഞിട്ടായിരിക്കില്ല ഇയാൾ പറഞ്ഞത്. ഇയാൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അല്ല ഞാൻ പറഞ്ഞത് അറിയില്ല എന്ന് നമുക്ക് തോന്നാമെങ്കിലും അയാൾ രക്തപ്രതിഷ്ഠനായിട്ടുള്ള CPM-ന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണല്ലോ. ആ നേതാവ് ഒരിക്കലും ഇതുപോലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇയാൾ വ്യത്യസ്തനാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല. അവിടെയും അയാളുടെ ഒരു താഴ്ന്ന, ഇപ്പം സുമേഷ് പറഞ്ഞ് ശരിയാണെങ്കിൽ പുള്ളിയുടെ താഴ്ന്നൊരു ബൗദ്ധിക നിലവാരമാണ് തെളിയിക്കുന്നത്. അതിനുശേഷം അയാൾ മൈക്കിനോട് ചൂടായത് ഇതെല്ലാം നമ്മൾ കുടിച്ചതെല്ലാം നമ്മൾ കണ്ടത്. അതുപോലെ ഒരു സ്ത്രീയെ ആട്ടിപ്പായിച്ചത് ഓർമ്മയുണ്ടോ? അതെ, അങ്ങനെ പലതും അത് ഈ അവസാനം എന്താ സംഭവിക്കുന്നത്, അയാൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു ചോദ്യം ചോദിക്കുന്നത് ശരിയോ തെറ്റോ എന്തോ ആകട്ടെ, ചിലപ്പോൾ മദ്യപിച്ചിട്ടായിരിക്കും ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയുന്നത്? വീട്ടിൽ പോയി ചോദിക്കുക. വീട്ടിൽ പോയി ചോദിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റാണ്. അയാൾ ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ഏക മുഖ്യമന്ത്രിയാണ്. അതിലുപരി ഒരു തെരഞ്ഞെടുപ്പ് പോർമുഖത്ത് അയാൾ നിൽക്കുകയാണ്, നേരിടാൻ പോവുകയാണ്. മനസ്സിലായി? അപ്പം അങ്ങനെ നേരിടുമ്പോഴെങ്കിലും അയാൾ ഒരു സാമാന്യ മര്യാദ അവിടെ കാണിക്കണമായിരുന്നു. അതിന് പകരം ഒരാൾ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും അയാളോട് വീട്ടിൽ പോയി ചോദിക്കുക എന്ന്. അതെന്താ വെച്ചാൽ അത് ഒരിക്കലും ഇത് അടക്കി വെക്കാൻ പാടില്ല. ഇത് സദസ്സാണെന്നുള്ളതോ മാധ്യമങ്ങളുണ്ടെന്നതോ ലോകത്തിലുള്ള ആൾക്കാരെല്ലാം ഇത് കാണുകയാണെന്നുള്ളതോ ഒന്നും ഇയാൾക്ക് ബോധമില്ല. ഇയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗമുണ്ടല്ലോ, അത് പുറത്തു ചാടുന്നതാണ്. അതാണ്. അപ്പം ഞാൻ പറഞ്ഞ അയാൾക്ക് എന്തൊക്കെ വേണം പ്രസംഗം കൊടുത്തത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പോൾ ചോദിക്കരുത്, ഇത് വേണേൽ പിന്നെ ചോദിക്കുക എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയാം. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ പോലെ വളരെ ഈ പറഞ്ഞ പോലെ പരിഹാസത്തോടു കൂടി മറുപടി. അങ്ങനെ എത്ര വഴികളുണ്ടായിരുന്നു. പക്ഷെ ആ വഴികളൊന്നും ഉപയോഗിക്കാതെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുകയും പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറുപടി എന്താണ്? ഞാൻ പ്രസംഗിക്കുന്നതിനെതിരെ ഇടയിൽ ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെയായിരിക്കും എൻ്റെ മറുപടി. മനസ്സിലായോ? അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്? ഇയാൾ ഒരു രാഷ്ട്രീയ നേതാവാകാൻ ഒരു യോഗ്യതയുമില്ല. അതിനുശേഷം ഉണ്ടായി. അതിനുശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കൈയടിച്ച് ആവേശത്തോടുകൂടി കുറെ പേര് കൈയടിച്ചപ്പോൾ ഞാൻ പ്രസംഗം നിർത്തിയിട്ട് പോകുമെന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായി. അതൊക്കെ വലിയ പ്രശ്നമായിരിക്കുകയാണെന്ന് പറയുന്നത് പാർട്ടിക്ക്. അപ്പം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ പോലും തൻ്റെ ക്രൂരഭാവം, തൻ്റെ റൂത്രസായിട്ടുള്ള ഭാവം മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരനാണ് ഇയാൾ. മനസ്സിലായി? അതെ. ആ രാഷ്ട്രീയക്കാരൻ ഇതിലൂടെ തെളിയിക്കുന്നത് അയാൾക്ക് അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള ഒരു യോഗ്യതയും. ഈ 2 തവണ യോഗ്യത ഇല്ലായിരുന്നു. പിന്നെ ഏതൊക്കെയോ കാരണം കൊണ്ട് ആദ്യം കോവിഡ് വന്നു, രണ്ടാമത് പല കാരണങ്ങൾ കൊണ്ടും ഈ കോൺഗ്രസിലെ അന്നത്തെ ഒരു വിഭാഗീയത കൊണ്ടുമൊക്കെയാണ് കയറി പറ്റിയത്. എന്തായാലും ഇപ്പം അയാൾ അത് അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുന്നു. അയാൾക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ ഒരു യോഗ്യതയും അയാൾക്കില്ല എന്ന് അയാൾ തെളിയിച്ചിരിക്കുന്നു. അയാൾക്കൊരു കുറ്റബോധമില്ല എന്ന് അയാൾ തെളിയിച്ചിരിക്കുന്നു. അയാളുടെ ഒരു ക്രൂരഭാവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അയാളുടെ വ്യക്തിത്വം എന്താണ് എന്നാണ് ഇതിനകത്തൂടെ പുറത്തു വരുന്നത്. നമ്മളൊന്ന് ആലോചിക്കും, നമ്മുടെ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയോട് ഒരാൾ ചെയ്ത തെറ്റെന്താണ്? ഇനി ഇത് തെറ്റാണെങ്കിൽ തന്നെ അയാളൊരു ചോദ്യം ചോദിച്ചു. അയാളൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ആ മുഖ്യമന്ത്രി പറയുകയാണ് നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് മാത്രമല്ല, എന്നോട് ഇനി ചോദിച്ചാൽ ഇനിയും ഞാൻ അങ്ങനെ പറയും എന്ന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ പോലും അത് പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ എത്ര ഹീനമായിട്ടുള്ള, എത്ര നീചമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് കേരളത്തിൻ്റെ സമൂഹത്തിന് അയാളെ കാണിച്ചു തന്നതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പിണറായി വിജയനെ മോഹൻലാൽ ഉൾപ്പെടെ വെള്ളപൂശി അയാളെ ഒന്ന് വെളുപ്പിച്ച് കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ തവണ 2021 തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ഇയാളെ ഇതേപോലെ വിളിച്ചിരുത്തി ഒരു ചർച്ച നടത്തി. അത് ചെറിയ രീതിയിലൊന്നുമല്ല ഇയാൾ CPM-നുള്ള വോട്ടിനെ സ്വാധീനിച്ചത്. അപ്പോൾ നന്നായി അഭിനയിച്ചു. ആ അഭിനയിച്ചത് ഇത്തവണയും അത് ആ ഒരു അഭിമുഖം അതേ രീതിയിൽ നടത്തി. പക്ഷേ അത് ഒരിക്കലും, അതായത് പിണറായി വിജയൻ ഇങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് വീണ്ടും ജനങ്ങളെ ബോധിപ്പിക്കുകയാണ്. അതായത് വോട്ട് ചെയ്യരുത്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത്, പിണറായി വിജയനെ അധികാരത്തിൽ വരുത്തരുത് എന്ന് പിണറായി വിജയൻ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് തരുന്ന ഒരു സന്ദേശമാണ്. എനിക്ക് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത്
തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പോലും ഇത്ര ക്രൂരമായി അയാൾ പ്രതികരിക്കണമെങ്കിൽ അയാൾക്ക് അടുത്ത തവണ അയാളില്ല എന്നുള്ള സൂചന വളരെ വ്യക്തമായിട്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്റലിജൻസും ഈ സാധനങ്ങളെല്ലാം. അപ്പോൾ ആ ഒരു ആശങ്കയാണ് ഇയാളെ ഇപ്പോൾ ഇത്രയും ക്രൂരമായി പ്രതികരിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സുമേഷ് പറഞ്ഞതുപോലെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ വോട്ടർമാരുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട്. CPM-കാർ വീട്ടിൽ വോട്ട് ചോദിക്കാൻ ചിലപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന ട്രോളുകൾ വരുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ യഥാർത്ഥത്തിൽ അയാളുടെ ഈ പ്രതികരണം ഉണ്ടല്ലോ, ഇത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീട്ടിൽ പോയി ചോദിക്കുന്നു എന്നുള്ളതല്ല, വീട്ടിൽ പോയി ചോദിക്കുന്ന എന്നുള്ളതിന് അവർ കൊടുക്കുന്ന മറുപടി വീട്ടിൽ പോയി ഇരിക്കേ, ഇയാളെ വീട്ടിൽ ഇരുത്താൻ വേണ്ടിയിട്ട് ആളുകളെ ഇത് പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്നാണ് ആ പ്രതികരണം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, എന്തായാലും എനിക്ക് ഈ മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുഅമ്മർ ഗദ്ദാഫിയുടെ ഒരു അന്ത്യമാണ്. ആ അന്ത്യസമയത്ത് അന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം അയാൾ അടക്കി ഭരിച്ചു ലിബിയയെ. അതിനുശേഷം അമേരിക്കൻ പട്ടാളം വളഞ്ഞപ്പോൾ ഓടി അഴുക്ക് ജാലിൽ ഒളിച്ചു. മാലിന്യങ്ങളൊക്കെ കിടക്കുന്ന അഴുക്ക് ജാലിൽ ഒളിച്ചിട്ട് അവിടെ നിന്ന് അമേരിക്കൻ പട്ടാളക്കാർ കണ്ടെത്തി തോക്ക് ചൂണ്ടിയപ്പോൾ അത്രയും വീരശൂര പരാക്രമിയായ ജനങ്ങളെ ചവിട്ടി മെതിച്ച് ഭരിച്ചിരുന്ന മുഅമ്മർ ഗദ്ദാഫി കൈകൂപ്പി ജീവന് വേണ്ടി യാചിക്കുന്ന ഒരിതാണ് ഞാൻ കണ്ടത്. അതാണ് എനിക്ക് മോഹൻലാലിൻ്റെ അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് മൊത്തം കാണാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയൻ തന്നെ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും മാറില്ല, നിനക്കൊക്കെ വേണമെങ്കിൽ വോട്ടുണ്ടാക്കിയാൽ മതി എന്ന് പിണറായി വിജയൻ പറയാതെ പറയുകയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഒരിക്കൽ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അത് പിണറായി വിജയനും അറിയാം. കാരണം ഇവിടെ ഭരിക്കാനോ ക്ഷേമ പെൻഷൻ കൊടുക്കാനോ മറ്റൊരു കാര്യത്തിനും സർക്കാരിന് ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലുമുള്ള പണം കണ്ടെത്താൻ സർക്കാരിൻ്റെ പൊതുഖജനാവ് കാലിയാണ്, സർക്കാരിന് വഴിയില്ല. പിന്നെ ആകെയുള്ളത് പിണറായി വിജയൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് സുഖസുഭിക്ഷമായി ജീവിക്കാം എന്നുള്ളത് മാത്രമാണ്. നമ്മളെയൊക്കെ ചവിട്ടിമെതിക്കും. അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ദയവ് ചെയ്ത് എനിക്ക് വോട്ട് ചെയ്യരുത്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത് എന്ന് പിണറായി വിജയൻ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും കാണാം.